So it's like 1, 2. Three cameras set it. One point finish. That's much easier than doing സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജേഷ് കെ എബ്രഹാം. ആറ് സുന്ദരിമാരുടെ കഥ ആസ്ക് എന്ന സിനിമയുടെ സംവിധായകനാണ്, പുതുമുഖ സംവിധായകനാണ്. ആറ് സുന്ദരിമാരുടെ കഥ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 6 ലീഡിങ് ഹീറോയിൻസിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള സിനിമയാണ്. എങ്കിലും അവർ കൂടാതെ നമുക്കിതിൽ പ്രതാപ് പോത്തൻ നാരൻ എന്നിവർ നായക സ്ഥാനത്തുണ്ട്. 6 സുന്ദരിമാരായിട്ട് വരുന്നത് ലക്ഷ്മി റായ്, ലെന, നാദിയ മൊയ്തു, ഷംന കാസിം, സറീന വഹാബ്, പിന്നെ ഉമങ് ജെയിൻ എന്ന ബോംബെയിലെ ഒരു പ്രശസ്ത മോഡലാണ്. കാഡ്ബറീസ് ഡയറി മിൽക്കിൻ്റെയൊക്കെ പരസ്യം ചെയ്തൊരു കുട്ടി. സോ ഈ 6 പേരുടെ കഥയാണ്. ഒറ്റവാചകത്തിൽ കഥ എന്താണെന്ന് ചോദിച്ചാൽ, മാറുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ സിനിമ. നമ്മുടെയൊക്കെ വീടുകളിലും സമൂഹത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. സ്ത്രീകൾ പല മേഖലകളിലേക്ക് മുന്നിട്ട് വരുന്നു. ആ സ്ത്രീകളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നമ്മളുടെ ഒക്കെ കുടുംബജീവിതത്തിൽ എന്ത് ചലനങ്ങളുണ്ടാക്കും എന്നുള്ളതാണ്. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നാദിയ മൊയ്തു ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ, ഒരു റിട്ടയർഡ് ബാസ്കറ്റ്ബോൾ പ്ലെയറായിട്ടാണ് വരുന്നത്. ലെന ഒരു ബൈക്കറാണ്. ലക്ഷ്മി റായി ഒരു പോലീസ് ഓഫീസറാണ്. ഉമങ് ജെയിൻ അടുത്ത സാനിയ മിർസയാകാൻ കൊതിക്കുന്ന ഒരു ടെന്നീസ് താരമാണ്. ഈ കഥയുടെ അവതാരികയായിട്ട് വരുന്ന സറീന വഹാബ് ആകട്ടെ ഐപാഡ് കയ്യിലേന്തുന്ന ഒരു ചേടത്തി, ഒരു 73 വയസ്സുള്ളൊരു ചേടത്തിയാണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ട് ഒരു ഐപാഡുമായിട്ട് സംസാരിക്കുന്ന ഒരു നാടൻ ചേടത്തി. പിന്നെ നമ്മളെല്ലാം പ്രതിനിധാനം ചെയ്ത് നമ്മൾ ഒരു വീട്ടമ്മയായിട്ട് മീന എന്നൊരു വീട്ടമ്മയായിട്ട് പൂർണ്ണ, ഷംന കാസിമിൻ്റെ കഥാപാത്രമുണ്ട്. ഈ 6 കഥാപാത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമുക്കതിൽ നിന്ന് ലഭിക്കും. ഇത് ഒരു പേര് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു എന്താ പറയുന്നത്, ഫെമിനിറ്റിയുടെ, സ്ത്രീത്വത്തിൻ്റെ ഒരു സെലിബ്രേഷനാണ്, ഒരു ആഘോഷമാണ്. അത് എങ്ങനെ ആണുങ്ങൾ, ഇപ്പോൾ ഞാനൊരു ആണാണ്, ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ ചെയ്യണം, അല്ലെ ഇതൊരു പെണ്ണുങ്ങൾ ചെയ്യേണ്ട സബ്ജക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, ഒരു പാട്രിയാർക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വ സ്വഭാവമുള്ള ഒരു സമൂഹത്തിലെ ഒരു ആണ് എങ്ങനെ ആരോഗ്യകരമായിട്ട് സ്ത്രീകളുടെ മുന്നേറ്റത്തെ കാണണം, അല്ലെ എങ്ങനെ അവർക്ക് ഒരു സഹായത്തിൻ്റെ കൈ നമ്മൾ കൊടുക്കണം, എങ്ങനെ അവരുമായിട്ട് നമ്മൾ സോളിഡാരിറ്റി പ്രഖ്യാപിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ജെൻഡർ വയലൻസ് ഒത്തിരി ഉള്ളൊരു കാലമാണ്. സ്ത്രീകൾക്കെതിരെ ഒട്ടേറെ അന്യായങ്ങളും അതിക്രമങ്ങളും അരങ്ങേറുന്നുണ്ട്. ഈ സമയത്ത് ആണുങ്ങൾ, അതായത് സ്ത്രീകളെ നമ്മൾ പെങ്ങന്മാരായിട്ടും അമ്മമാരായിട്ടും ഭാര്യമാരായിട്ടും കാമുകിമാരുമായിട്ടൊക്കെ കാണുന്ന നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ആണുങ്ങളുടെ വശത്തു നിന്ന് കൊടുക്കുന്ന, ആണുങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സ്പർശം, അങ്ങനെയാണ് ഈ സിനിമയെ കാണേണ്ടത്. ക്രിസ്ത്യൻ ബ്രദേഴ്സിന് ശേഷം ഞാൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രമാണ് ആസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന 6 സുന്ദരിമാരുടെ കഥ. ഒരു പുതിയ സംവിധായകനാണ് ഇത് സംവിധാനം ചെയ്യുന്നത്, രാജേഷ് കെ എബ്രഹാം. വളരെ വ്യത്യസ്തമായ നല്ല ഒരു ക്ലാസിക് സ്ക്രിപ്റ്റാണിത്. ആ സ്ക്രിപ്റ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇതിൽ 6 സുന്ദരിമാരോടൊപ്പം പ്രതാപ് പോത്തനും നരേനും അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഷൂട്ടിംഗ് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. നല്ല സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയാണിത്.
എല്ലാ ഏജ് ഗ്രൂപ്പിനും ആസ്വദിക്കാവുന്ന, കുടുംബസമേതം ആസ്വദിച്ച് കാണാവുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ് 6 സുന്ദരിമാരുടെ കഥ. ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി തിയേറ്ററുകളിൽ എത്തിക്കാനാണ് AVA പ്രൊഡക്ഷൻസ് പ്ലാൻ ചെയ്യുന്നത്. എനിക്കറിയേണ്ടത് ഈ ശ്രേയസ് കപൂർ എന്ന് പറയുന്ന ആളുമായി അറിയില്ല, പക്ഷേ അവിടെ മുറി നിറച്ച് Sir, focus, sir, focus. The 4 stories coming to yellow. My character is Alex, and പുള്ളിക്കാരൻ is an aging Lothario എന്ന് പറയാം. ഒരു കാസിനോവ ടൈപ്പ് ആണ്. He has a weakness for beauty and woman. And പുള്ളിക്കാരൻ തന്നെ he has been chosen by the matriarch of the family to head the channel, and she gets him married to Nadia Moidu. It circles around between me and the girls, and my interaction with Chachi, played by Zarina Wahab, with Nadia Moidu, my wife, my daughter Umang, then Laina, everyone. The Kada is basically a channel-based story. The drama of channels and channel wars and channel programs, chatting and Facebook, all the modern elements are there in this film. What the youngsters, the trouble they get in because of chatting, and also the use of modern social platforms. This is really a picture told in a modern way, and it really is about the empowerment of women, and it has a mystery, it has a fun element. Roll. Clap out. Action. Ready. Clapping. Roll. Clap out. Action. പുല്ലേ നീയായിരുന്നു നിനക്കൊന്നല്ല ഭാര്യ എടുത്ത കാര്യം. നിന്നെയൊക്കെ വീട്ടിൽ കയറ്റി എന്നെങ്കിലും പറയാം. ചവിട്ടിലെ പരിപ്പെടുത്തണേ ഞാൻ. Okay. She's waiting for you. Ready for me, huh? Yeah. ഇത് ASK എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലൊക്കേഷനാണ്. 6 സുന്ദരികളുടെ കഥ. ഇതിൽ ഒരു സുന്ദരിയാണ് ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ. റിയ എന്നാണ് ഈ ക്യാരക്ടറുടെ പേര്. സയൻസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എന്തുകൊണ്ട് സയൻസ് എന്ന് വിളിക്കുന്നു എന്ന് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വളരെ സോഫ്റ്റ് ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഞാനൊരു ആരും പ്രതീക്ഷിക്കാത്തൊരു റോളിലാണ് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അപ്പിയറൻസ് വൈസും ക്യാരക്ടർ വൈസും വരുന്നത്. അപ്പോൾ എനിക്ക് അധികം പറയാൻ പറ്റില്ല. ഇത് ഒരുപാട് സസ്പെൻസ് ഫിൽഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എന്തായാലും ഇതിൽ വലിയ സസ്പെൻസ് അല്ലാത്ത ഒരു കാര്യം, ഞാനൊരു ബൈക്കറാണ് പ്ലേ ചെയ്യുന്നത്. അതിന് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു. ഈ പടത്തിൽ ബൈക്ക് ഓടിക്കുന്ന രംഗങ്ങളുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്യുന്നു. അതേസമയത്ത് ഒരു ഡാർക്ക്നെസ് ഉള്ള ഒരു പേഴ്സണാണ് പ്രിയ.
Rolling. Action. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പേരാണ് ആസ്ക്. 6 സുന്ദരിമാരുടെ കഥയാണ്. ഡയറക്റ്റഡ് ബൈ രാജേഷ് ഇബ്രാഹിം. ടൈറ്റിൽ കേട്ട പോലെ തന്നെ ബേസിക്കലി ദിസ് മൂവി ഈസ് ബേസ്ഡ് മെയിൻലി ഓൺ ദീസ് 6 സ്ത്രീകൾ അല്ലെ പെൺകുട്ടികൾ എന്ത് വേണമെങ്കിലും പറയാം. But the supporting cast is also great because we have Naren as well as Pratap Pothan. So this is basically what the movie is. Absolutely a family story ആണ്. പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സിന് അവരവരുടേതായുള്ള ഇമ്പോർട്ടൻസും അവരവരുടേതായുള്ള ക്യാരക്ടറൈസേഷൻ ഉണ്ട്. സോ ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് മേക്സ് ദ മൂവി സ്പെഷ്യൽ. ഇറ്റ്സ് നോട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു ആക്ടറോ അല്ലെ ഒരു ഹീറോ ഒരു ഹീറോയിനോ അങ്ങനത്തെ അല്ല. എല്ലാം ക്യാരക്ടേഴ്സിന് അതിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ that's the different and the unique thing about this film. ഞാൻ ഈ അഭിനയിക്കുന്ന സിനിമയുടെ പേര് ആസ്ക് എന്നാണ്. 6 സുന്ദരിമാരുടെ കഥ. പുതിയ സംവിധായകനാണ് രാജേഷ് ഇബ്രാഹിം. പ്രൊഡ്യൂസർ മെഡിമിക്സ് അനൂപേട്ടനാണ്. ഇതിൽ ശ്രീകുമാർ എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്. ശ്രീകുമാർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഏതൊരു യൂത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജോലി നഷ്ടപ്പെട്ട ഒരു ആളാണ് ശ്രീകുമാർ. ഭാര്യയുണ്ട്, 1.5 വയസ്സായൊരു കുട്ടിയുണ്ട്. മാസം വീടിൻ്റെയും കാറിൻ്റെയും EMI അടച്ചു വീടണം. അത്രയേറെ ടെൻഷനും സാധാരണമായി കാണുന്ന ശ്രീകുമാറിൻ്റെ കരിയർ ഇഷ്യൂസും ഫാമിലി ഇഷ്യൂസും ഈ പടത്തിലെ ഒരു ഫാക്റ്റാണ്. പിന്നീട് അദ്ദേഹം ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ശ്രീകുമാറിൻ്റെ ചെറുപ്പത്തിൽ ശ്രീകുമാറിൻ്റെ ഒരു സ്കൂൾ പഠിക്കുമ്പോൾ സീനിയറായ ഒരു സ്റ്റുഡൻറ്റിനോട് ഒരു ഇൻസിഡൻറ്റ് മൂലം ഒരു ചെറിയൊരു ക്രഷ് തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ ആ ഒരു സീനിയർ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രീകുമാറിൻ്റെ നെറ്റിയിലൊരു മുറിവൊന്നുണ്ട്. അതെപ്പോഴും ശ്രീകുമാറിൻ്റെ എപ്പോഴും മെമ്മറീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫാക്ടറാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ ക്യാരക്ടറിനെ ശ്രീകുമാർ കാണുകയും ആ ക്യാരക്ടറുമായി സംസാരിച്ച് അവരെ പരിചയപ്പെട്ട് വീണ്ടും മീറ്റ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് കയറി അവരുടെ ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പല ഡിസിഷൻസിലും ശ്രീകുമാർ അവരെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ശ്രീകുമാർ ശരിക്കും പറഞ്ഞാൽ അവരോട് പ്രണയമാണ്. അവർക്ക് തിരിച്ചിങ്ങോട്ടില്ലെങ്കിലും അത് നദിയ മൊയ്തു മാഡമാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡയമെൻഷനും ശ്രീകുമാറിനുണ്ട്. കുറേയൊക്കെ ഒരു പ്രസൻ്റ് ഡേ യൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ പോലും മെമ്മറീസും നൊസ്റ്റാൾജിയും ഒക്കെയാണ് ശ്രീകുമാറിൻ്റെ എപ്പോഴും ബോദർ ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പോൾ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. Ready? All rehearsal നോക്കാവേ. Action. No, madam. You will stand behind. Or run the step.
Pause there. Ma'am, don't come here. ഒരു പൊസിഷൻ പറയാവേ. കടി. Ready. You look here. Hi, I'm Zarina Wahab. You must have seen me in different get-ups, but this is the first time what I'm wearing. I'm so excited about this, my whole get-up. I've never done this kind of role before. I hope you will like it. And the entire crew of this movie's name is ASK Ask. And it's a different movie. I'm sure you will like it. And we all are working very hard. This is a different role with a lot of fire in her. You know, I'm playing older than my age, but still, you know, this lady has got a lot of fire. No, I don't want to discuss my role with you people because I want you to watch it. Then you'll enjoy it. I really request you people to watch the movie and decide whether it's good or bad. Hi, എൻ്റെ പേര് റിയ സൈറ. ഞാനിപ്പം ആസ്ക് എന്ന മൂവിയുടെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. എൻ്റെ റിലീസായ ഫസ്റ്റ് മൂവി 22FK ആണ്. അത് കഴിഞ്ഞ് തീവ്രം, ചാപ്റ്റേഴ്സ്, 6 സുന്ദരികളുടെ കഥ എന്ന ആസ്ക് മൂവിയും ഞാൻ വളരെ 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 എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് ജയന്തി എന്നാണ്. ഒരു TV ആങ്കറാണ് ക്യാരക്ടർ. വളരെ നോട്ടി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അങ്ങനെ തന്നെ എടുത്ത് പറയാം. വളരെ നോട്ടി ആയിട്ടുള്ള ക്യാരക്ടറാണ്. എൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് റോബി ദാസ് എന്ന് പറയുന്ന ചേട്ടനാണ്. റോബി ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് രാജീവ് എന്നാണ്. രാജീവിൻ്റെ പേരായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഞാൻ സസ്പെൻസ് ഇപ്പോൾ പൊളിക്കുന്നില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി കാണുമ്പം അതിൻ്റേതായ ഒരു സസ്പെൻസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മൂവി കാണുക, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. രാജീവ്, ഇനി നമ്മളാ കപ്പൽ, ലീവിംഗ് അല്ല, ഡ്രൈവിംഗ് കപ്പൽ. നീയാണ് മോട്ടോർ സൈക്കിൾ അവതാരിക. നാളെ ചാനൽ ഓഫീസിൽ നമ്മുടെ പ്രസന്റേഷൻ വർക്ക്ഔട്ട് ആയ എന്റെ ലൈഫ് മാറി. എന്റെ ജീവിതം പണ്ടേ മാറിയത്. പ്രത്യേകത നീയാണ് ഇരട്ട സംഖ്യ ജയിച്ചത്. I mean 10. That's it. ഞാൻ ഇപ്പോൾ ബേസിക്കലി ഞാനൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. ഡൽഹിയിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഈ പടത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് വെച്ചാൽ, പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ഈ സിനിമയുടെ പബ്ലിസിറ്റി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ബൈക്കറാണ്. ഞാൻ ഇന്ത്യയിൽ 2 പ്രാവശ്യം ഇന്ത്യ മുഴുവൻ ബൈക്കിൽ യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അപ്പം ഈ സിനിമയിൽ ഈ സ്ക്രിപ്റ്റിൽ ഒരു ബൈക്കറുടെ ക്യാരക്ടർ ഉണ്ട് എന്ന് ഈ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നുള്ള അറിവ്. അപ്പം അവരോട് പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു റിയൽ ബൈക്കർ ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് കണ്ടു നോക്കാമെന്ന് പറയുകയും ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് എൻ്റെ മുടിയും താടിയും ഈ ലുക്ക് കണ്ടപ്പോൾ ഇത് നമ്മുടെ കഥാപാത്രത്തിന് ചേരുന്ന ലുക്കാണ് താങ്കളുടെ എന്ന് പറയുകയും അങ്ങനെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഞാനിവിടെ വന്നു, ഡയറക്ടറെ കണ്ടു, അദ്ദേഹം സംതൃപ്തനായി. അങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാവുകയായിരുന്നു.
അവര് ഇത് ബൈക്ക് ഒരു സർക്കുലർ ട്രാക്ക് കിട്ടാൻ കറക്റ്റ് ആയിരുന്നു. Ready, sir? Okay. Ready. Number. You all. You cannot. People will shoot. Keeping the